രാഷ്ട്രപതിയെ കണ്ട് സൈനിക മേധാവികൾ. ജനറൽ അനിൽ ചൗഹാൻ, 3 സൈനിക മേധാവിമാർ എന്നിവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം. കൂടിക്കാഴ്ച അവസാനിച്ചോ? കൂടിക്കാഴ്ച അവസാനിച്ചിട്ടുണ്ട് അനുജ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനാണ് രാഷ്ട്രപതി ഭവനിലെത്തി 3 സൈനിക മേധാവിമാരും CDSും രാഷ്ട്രപതിയെ കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായിട്ടാണ് ഇവർ 4 പേരും ഒരുമിച്ച് രാഷ്ട്രപതി ഭവനിലെത്തുന്നത്. സർവ്വസൈനാധിപയായ ദ്രൗപദി മുർമുവിനോട് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. CDS അനിൽ ചൗഹാൻ, അതേപോലെ തന്നെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, എയർ ചീഫ് മാർഷൽ AP സിംഗ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, നേവൽ സ്റ്റാഫ് എന്നിവരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കഴിഞ്ഞ 7-ാം തീയതി നടത്തിയ സിന്ദൂർ ഓപ്പറേഷന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും രാഷ്ട്രപതിയോട് സേനാ മേധാവിമാർ വിശദീകരിച്ചു. എന്തായാലും ഈ ഭീകരതയ്ക്കെതിരായ ഈ പോരാട്ടം നടത്തി അത് വലിയ വിജയമാക്കി തീർത്തിയ അവരുടെ ശൗര്യത്തെയും അവരുടെ സേവന മനോഭാവത്തെയും സമർപ്പണത്തെയും രാഷ്ട്രപതി വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും ചെയ്തു. രാഷ്ട്രപതിയെ കണ്ടിരിക്കുന്നു സൈനിക മേധാവികൾ. ജനറൽ അനിൽ ചൗഹാൻ, ഒപ്പം തന്നെ 3 സൈനിക മേധാവികൾ എന്നിവർ രാഷ്ട്രപതിയെ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ് രാഷ്ട്രപതിയോട് സൈനിക മേധാവികൾ വിശദീകരിച്ചത്.